അഭിഭാഷകൻ ബി എ ആളൂർ അന്തരിച്ചു. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണമുണ്ടായിരുന്നത്. ശ്യാം, എന്റെ കുട്ടിയുടെ കേസിന്റെ വിധി എങ്ങനെയാക്കിയില്ലേ? ഞാൻ എന്തോരം വേദനിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്കറിയോ? ഞാൻ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തിട്ടാ? നിങ്ങൾ സുനിയുടെ കേസ് അഡ്വക്കേറ്റ് ബി എ ആളൂർ ഏറ്റെടുക്കും. സുനിയെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ കേസ് ഏറ്റെടുക്കാൻ സുനിയുടെ ആളുകൾ ആവശ്യപ്പെട്ടിരുന്നുവെന്നും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് അന്ന് അതിന് സാധിക്കാഞ്ഞത് എന്നും ആളൂർ വ്യക്തമാക്കി. ുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ കേസിൽ സുനിയെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ചില സമ്മർദ്ദത്തിന് വഴങ്ങിയും അല്ലെങ്കിൽ മറ്റു ചില ആളുകളുടെ പിന്തിരിപ്പ് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന 3.5 മാസം വരെ എനിക്ക് വരാൻ സാധിക്കാതിരുന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് സമയമുണ്ടായിരുന്നില്ല. ഇപ്പോൾ സുനി നേരിട്ട് പല വ്യക്തികളുടെയും പല സഹായികൾക്കും വേണ്ടി ഹാജരാകുമെന്ന് അഡ്വക്കേറ്റ് ആളൂർ കൊച്ചിയിൽ പറഞ്ഞു. വളരെ ക്രൂരമായ ഒരു കൊലപാതകമാണ്. നരബലി എന്ന് പറയുന്ന ഒരു ശ്രേണിയിൽപ്പെട്ട കൊലപാതകമാണെന്നാണ് പോലീസിന്റെ വാദം. അവിടെ നിന്നും വീണ്ടും മാറ്റങ്ങൾ വരുന്നു. നരഭോജികളാണ് പ്രതികളെന്ന ഒരു ആക്ഷേപം പോലും ഉന്നയിക്കുന്നു. പ്രതി എന്ന് പറയുന്നത് എൻ്റെ അമ്മയെയോ പെങ്ങളെയോ അല്ലെങ്കിൽ ഭാര്യയോ റേപ്പ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇവിടെയാണ് ഞാൻ എഗെയിൻ ഈ എത്തിക്സിൻ്റെ ഇതിന് വരുന്നത്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം സർ? നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ ന്യൂസാണ്. ഇപ്പോൾ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മീഡിയയിൽ സ്ക്രോളിംഗ് വന്നിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഒരുപാട് പോസ്റ്റ് വന്നിട്ടുണ്ട്, അതിനിടയിൽ ഒരുപാട് കമൻറ്റുകളും വന്നിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചു. കിഡ്നി സംബന്ധമായ അസുഖങ്ങളായിട്ട് പുള്ളി ചികിത്സയിലായിരുന്നു. നോക്കൂ, ഒരാളുടെ മരണത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും സന്തോഷിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരാളുടെ മരണത്തിൽ ദുഃഖം തോന്നാത്തൊരു സമയം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓർക്കുന്ന കുറച്ച് പേരുകളാണ് സൗമ്യ, ഗോവിന്ദച്ചാമി, ജിഷ, നരബലി കേസിൻ്റെ, അങ്ങനെ ഒരുപാട് അല്ലേ? കാരണം ഇന്ന് അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഒരുപാട് പേരുടെ ആഹ്ലാദ പ്രകടനങ്ങളാണ്. പേഴ്സണലി ഞാൻ എൻ്റെ ഒരു സംഗതി പറയാം. ഞാൻ ഇനിയിപ്പോൾ ഒരു വ്യക്തി എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അയാളുടെ ഒരു മരണത്തിൽ ഞാൻ സന്തോഷിക്കാറില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്കും എന്തോ ഞാൻ ഇതിങ്ങനെ എങ്ങനെ പറയണം എന്ന് ചില കാര്യങ്ങൾ ഞാൻ അങ്ങനെ വിട്ടു തുറന്ന് പറയാറില്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. പക്ഷേ ഈ ഒരു കേസിൽ ഞാൻ പോലും പലപ്പോഴും ഈ സൗമ്യ വധക്കേസിൻ്റെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ ബാക്കിയുള്ള ഒരുപാട് കേസുകളുടെ ന്യൂസ് കേൾക്കുന്ന സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് പ്രാഗിയിട്ടുള്ളൊരു വ്യക്തി, ശരിയാണ്, അയാളുടെ പ്രൊഫഷനായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ബി, ഇതേ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉണ്ട് നമ്മുടെ ഇടയിൽ അല്ലേ? അപ്പോൾ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മാത്രമെന്നല്ല, വളരെ ക്ലിയർ ആയിട്ട് എൻ്റെ ഒരു പേഴ്സണൽ വേർഷൻ, മരിച്ചതിന് ശേഷം പറയല്ല, ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളെ കുറച്ച് ആ രീതിയിൽ പറയുന്ന കാര്യത്തിൽ എനിക്ക് വലിയൊരു താല്പര്യം, എനിക്കിഷ്ടമല്ല. പക്ഷെ എന്നാലും ഈ ഒരു കേസിൽ ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്നോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റായിരിക്കും എന്ന് എനിക്കെന്തോ പേഴ്സണലി ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ രീതിയിൽ ചെയ്യുന്നത്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ ഇതുവരെയുള്ള ഇതുപോലത്തെ കേസുകളിലൊന്നും ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു നിലപാട് ഞാൻ എൻ്റെ പറഞ്ഞിട്ടില്ല. എന്തായാലും അഡ്വക്കേറ്റ് ബി എ ആളൂർ അന്തരിച്ചിരിക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു പ്രതി കുറ്റം, അതായത് ഫേസ്ബുക്കിലൊരു കമൻറ്റ് കണ്ടാണ് കേട്ടോ, ഇനി ഒരു പ്രതി കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്നതിന് മുന്നേ അവൻ പേടിക്കും, കാരണം അവനെ രക്ഷിക്കാൻ ഇനി ബി എ ആളൂർ വരില്ല എന്നുള്ള ഒരു കമൻറ്റാണ് ഇന്ന് ഫേസ്ബുക്കിൽ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഏതൊരു പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ എങ്ങനെ വേണമെങ്കിലും രക്ഷപ്പെടും. കാരണം എന്താ വെച്ചാൽ ഇതുപോലെ ആളൂരുമാർ ഇന്ന് ഉള്ള സമയത്ത് എത്ര കൊടിയ കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും അയാൾ രക്ഷപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഒരുവിധം എല്ലാവരും, ഞാനടക്കം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളൊരു കേസാണ് കേട്ടോ. വാട്ട് എവർ, എന്തായാലും ലാസ്റ്റ് നിങ്ങളൊരു ക്ലിപ്പ് കണ്ടോ? മേജർ രവി ബിഹൈൻഡ് വുഡ്സിന് വേണ്ടിയിട്ട് മേജർ രവി ഷോ മേജർ ഷോ എന്നൊക്കെ പേരുണ്ട്. ആ മേജർ രവിയുടെ ആ ഷോയിൽ ആളൂരിനോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്, ഞാൻ അങ്ങയുടെ ജൂനിയറായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്കൊരു സിറ്റുവേഷൻ വരുന്നു, ഒരു പ്രതി എന്നെ സമീപിക്കുന്നു, എൻ്റെ അമ്മയെയും പെങ്ങളെയും ബലാത്സംഗം ചെയ്തിട്ടുള്ള ഒരു പ്രതി എന്നെ സമീപിച്ചിട്ട് എൻ്റെ കേസ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അതിനെ സമീപിക്കണം എന്ന് അയാളുടെ സ്ഥാനത്ത് നിന്ന് പറയുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് ബി എ ആളൂരിന് മറിച്ചൊരു ഉത്തരവില്ല. ഞാൻ ഈ കോട്ട് ഇട്ട് നിൽക്കുന്ന സമയത്ത് ആണെന്ന സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ പ്രൊഫഷണൽ എത്തിക്സിൻ്റെ പ്രൊഫഷനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഏറ്റെടുക്കും. ആ പ്രതി എൻ്റെ അമ്മയും പെങ്ങളെയും റേപ്പ് ചെയ്ത് വരികയാണെങ്കിൽ കൂടി ഞാൻ ആ കേസ് ഏറ്റെടുക്കും, ഇല്ലെങ്കിൽ ഞാൻ ഈ കോട്ട് ഊരി വയ്ക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൻ്റെ പോർഷനാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. എന്തായാലും നമ്മൾ മരിക്കുന്ന സമയത്താണ് അല്ലേ, വ്യക്തികൾ ഓരോരുത്തരും മരിക്കുന്ന സമയത്താണ് അയാൾ എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അയാളെ എത്രത്തോളം ആൾക്കാർ വെറുത്തിരുന്നു
ഇഷ്ടമല്ല ഞാൻ പറഞ്ഞത്, എത്രത്തോളം അയാളെ വെറുത്തിരുന്നു എന്നുള്ളത് കാണണം എന്നുണ്ടെങ്കിൽ ഇന്ന് ഫേസ്ബുക്കിൽ നിങ്ങൾ ഇയാളുടെ മരണവാർത്ത റിലേറ്റഡ് ആയിട്ടുള്ള കമൻസ് നോക്കൂ. കുറച്ച് ക്ലിപ്സ് ഞാനിവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫേസ്ബുക്കിൽ എന്താണ് ബി എ ആളൂരിൻ്റെ മരണവാർത്ത അറിയുന്ന സമയത്ത് മലയാളികൾ സംസാരിക്കുന്നത്, എന്താണ് അവർ പ്രകടിപ്പിക്കുന്ന അവരുടെ മനസ്സിലുള്ള സംഭവം എന്താണെന്നുള്ളത് നോക്കാം. ആദ്യം എന്താണ് ഈ ഒരു ന്യൂസ് എന്നുള്ള ജസ്റ്റ് ഒരു ക്ലിപ്പോടെ ഒന്ന് പ്ലേ ചെയ്യാം. അല്പസമയം മുമ്പ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. വൃക്കരോഗത്തിന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഏതാണ്ട് 2 വർഷത്തിലധികമായി ചികിത്സയിലായിരുന്നു. ഡയാലിസിസ് ഉൾപ്പെടെ ആഴ്ചയിൽ 2 ദിവസം നടത്തുകയും ചെയ്തിരുന്നു. എറണാകുളത്ത് ആണ് അദ്ദേഹം ഓഫീസ് സ്ഥാപിച്ചതും തുടർന്ന് പ്രാക്ടീസുമായി മുന്നോട്ട് പോയതും. നേരത്തെ കേരളത്തിന് പുറത്ത് മഹാരാഷ്ട്രയിലായിരുന്നു ആദ്യം പ്രാക്ടീസ്. നിരവധിയായ ക്രിമിനൽ കേസുകളിൽ, അതായത് കേരളം ചർച്ച ചെയ്യപ്പെട്ടുള്ള പ്രമാദമായ ക്രിമിനൽ കേസുകളിലൊക്കെ ബി എ ആളൂർ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായിരുന്നു. അങ്ങനെ നിരവധിയായ കേസുകൾ, പ്രത്യേകിച്ചും ആദ്യം അങ്ങനെ ബി എ ആളൂർ, ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ ഹാജരാകുന്നത് സൗമ്യ വധക്കേസിൽ പ്രതി ഗോവിന്ദചാമിക്ക് വേണ്ടിയാണ്. ഗോവിന്ദചാമിയുടെ കേസിൽ അന്ന് സുപ്രീം കോടതിയിലടക്കം ഈ കേസ് നടത്തുകയും ഗോവിന്ദചാമിയുടെ ആ കേസിലൊക്കെ ഇത് ചെയ്തിരുന്നു, ഹാജരായിരുന്നു. മറ്റൊന്ന് പെരുമ്പാവൂരിലെ നിയമവിദ്യാർത്ഥിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണ്. അതിൽ ഈ സൗമ്യയുടെ വിധി വന്ന സമയത്ത് ഗോവിന്ദചാമി എന്ന പേര് എനിക്ക് തോന്നുന്നു മനസാക്ഷിയുള്ള ഒരു വ്യക്തി മറക്കില്ല. ഗോവിന്ദചാമി, സൗമ്യ എന്നുള്ള പേരുകൾ ഒരിക്കലും ഒരു മനസാക്ഷിയുള്ള ഒരു മലയാളി പോലും മറക്കാത്തൊരു, കാരണം മറക്കില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ ദിവസം ഞാനിത് കേട്ട സമയത്ത് ഇത് ഓർത്തു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടോ. ഞാനത് കേട്ട സമയത്ത് ഞാൻ ഓർത്തു ഈ ഒരു സംഭവം, ഈ ആ പേരാണ് ഓർത്തത്. കാരണം വെച്ചാൽ നമ്മുടെയൊക്കെ സഹോദരിമാർ ഇതുപോലെ സമയത്ത് പല കാര്യങ്ങൾക്കും പല ടെൻഷനുകളും പഠിക്കുന്നതിൻ്റെ ഇടയിലും ജോലി സംബന്ധമായിട്ട് എല്ലാം ട്രെയിനിലൊക്കെ രാത്രി യാത്ര ചെയ്യുന്നതാണ്. ഒരു കുറ്റമില്ലാതെ അതിൻ്റെ ഇങ്ങനെ ഗോവിന്ദചാമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവൻ്റെ ഇതിൽ കൊല ചെയ്യപ്പെട്ടിട്ട് അവന് വേണ്ടി ഹാജരായിട്ടുള്ളൊരു വക്കീൽ. ശരിയാണ്, അന്ന് ഒരുപാട് വാദങ്ങൾ ഇതിനുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഹാജരായിട്ടുള്ള വക്കീലിൻ്റെ അയാൾ പ്രോപ്പറായിട്ട് വാദിക്കാത്തത് കൊണ്ടാണ് തോറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഒരു പക്ഷേ ചിലപ്പോൾ ഇതിന് എതിരഭിപ്രായമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്കുണ്ടാവും, നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യും. പക്ഷെ ഞാൻ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ പേഴ്സണൽ അഭിപ്രായം എത്രയേ ഉള്ളൂ. എനിക്കൊരു കാരണവശാലും എന്ത് പ്രൊഫഷണൽ എത്തിക്സിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കുറ്റം ചെയ്തിട്ടുള്ളൊരു പ്രതി നമ്മുടെ അടുത്ത് വക്കീൽ എന്നുള്ള കണ്ടീഷനിൽ വന്ന് പറഞ്ഞിട്ട് അയാളെ രക്ഷിക്കേണ്ട സിറ്റുവേഷൻ, ഇതുപോലെ ഹീനിയസ് ക്രൈംസിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സാക്ഷിയുള്ള ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നിയമവ്യവസ്ഥ, ഇന്ത്യൻ നിയമവ്യവസ്ഥ കുറ്റം ചെയ്ത വ്യക്തികൾക്കും അവരുടെ ഭാഗം ന്യായീകരിക്കാനുള്ളൊരു ചാൻസ് കൊടുക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഇവരൊക്കെ ഏറ്റെടുക്കുന്നത്. പക്ഷേ ആളൂരിൻ്റെ കേസിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഇയാൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് വേറെ എനിക്ക് തോന്നുന്നില്ല പ്രൊഫഷണൽ എത്തിക്സോ പരിപാടിയോ കാര്യങ്ങളോ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ കാശിനോടുള്ള ആർത്തി അവസാനം എന്ത് നേടി എന്ന് ആലോചിക്കുന്നത്. എനിക്ക് തോന്നുന്നു എത്ര റീസൺ, ഇപ്പോൾ ഒരു 2011 അതൊന്നിലെ സൗമ്യ, അതിന് ശേഷം നമ്മൾ കേട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ 2025 12 വർഷം. ഈ 12 വർഷം കൊണ്ട് ആ മനുഷ്യൻ എന്ത് നേടി? ആ മനുഷ്യൻ ഞാൻ പറഞ്ഞു കേട്ടോ, ആ 12 വർഷം കൊണ്ട് ആ വ്യക്തി എന്ത് നേടി എന്നുള്ളത് ഇന്ന് ആൾക്കാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും വളരെ ക്ലിയറായിട്ട് എന്താണ് അയാൾ നേടിയിട്ടുള്ളത് എന്നുള്ളത്. ആ കേസിൽ അമീറുൽ ഇസ്ലാമിന് വേണ്ടി, പ്രതിക്ക് വേണ്ടി ഹാജരായത് ബി എ ആളൂർ ആണ്. തൃശ്ശൂർ എരുമപ്പെട്ടി സ്വദേശിയാണ് ബിജു ആന്റണി ആളൂർ എന്ന ബി എ ആളൂർ. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു ചികിത്സയിലായിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അല്പസമയം മുമ്പായിരുന്നു അന്ത്യം. നിരവധിയായ കേസുകൾ, ഏറ്റവും ഒടുവിൽ ബി എ ആളൂർ ഹാജരായത് നരബലി കേസിലാണ്. വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലടക്കം പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നു. അങ്ങനെ നിരവധിയായ എണ്ണപ്പെട്ട കേസുകളിൽ ഹാജരായ അഭിഭാഷകനാണ് ബി എ ആളൂർ. അല്പസമയം മുമ്പാണ് ബി എ ആളൂർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിര്യാതനായത്. വിവാദ കേസുകളിലൊക്കെ പ്രതിഭാഗം അഭിഭാഷകനായി എത്തിയിരുന്ന ബി എ ആളൂറാണ് അല്പം മുമ്പ് അന്തരിച്ചത്. യെസ്, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു പൾസർ സുനിയുടെ കേസും ഹാജരായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്സിൻ്റെ ചെറിയ പോർഷൻസ് ഞാൻ കാണിച്ചു തരാം. സുപ്രീം കോടതിക്ക് കൊലപാതകമോ നരഹത്യയോ കണ്ടെത്താനായി സാധിച്ചില്ല. വെറും 325 ഈ സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചു എന്നുള്ള കുറ്റം മാത്രമാണ് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ബലാത്സംഗ കുറ്റം ആദ്യം തന്നെ സുപ്രീം കോടതി കണ്ടെത്തിയിരുന്നതാണ്. അതിനും മറ്റുള്ള ശിക്ഷകളടക്കം 397, 394, 427 ട്രെയിനിലേക്ക് അതിക്രമിച്ച് കയറി ഈ എല്ലാ ശിക്ഷകളും ഒരുമിച്ച് 7 വർഷം കഠിന തടവ്. ഓൾ സെക്ഷൻസ് ആർ കൺവിക്റ്റഡ് ഫോർ 7 years കൺകറൻ്റ്ലി ഇറ്റ് വിൽ റൺ. ഇതാണ് സുപ്രീം കോടതി
ഇപ്പോൾ വിധി ന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകം തന്നെ 5 വർഷത്തോളം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അവശേഷിക്കുന്ന കാലയളവ് എങ്ങനെയാണ് അനുഭവിക്കേണ്ടത്? 2 വർഷത്തിനകം പുറത്തിറങ്ങാൻ കഴിയും? തീർച്ചയായിട്ടും 5 വർഷം ശിക്ഷ അനുഭവിച്ച ഒരു വ്യക്തിക്ക് CRPCയുടെ ആനുകൂല്യങ്ങൾ വെച്ച് റെമിഷൻ കിട്ടുന്നതാണ്. ആ റെമിഷൻ കിട്ടുകയാണെങ്കിൽ സുപ്രീം കോടതി ഇന്നത്തെ വിധി പകർപ്പ് കിട്ടിയതിന് ശേഷം എത്രയും പെട്ടെന്ന് ഗോവിന്ദസ്വാമിക്ക് പുറത്തിറങ്ങാൻ സാധിക്കുന്നതാണ്. ഇയാളുടെ ഈ ഒരു സംസാരം കേട്ട സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഒരൊറ്റ സ്വരത്തിൽ അന്ന് ഏറ്റവും കൂടുതൽ ഇയാളെ പ്രാഗിയിട്ടുണ്ടായിരിക്കും. 100% ഷുവറാണ്. കാരണം എന്താ വെച്ചാൽ സൗമ്യ എന്നുള്ള ആ പെൺകുട്ടിക്ക് ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള ഇന്നില്ല ആ ലോകത്തില്ലല്ലോ, അതിനിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ അല്ലേ. അത്രയും എന്താ പറയുക, അത്രയും ഹീനമായ കൃത്യം ചെയ്തിട്ടുള്ളൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഹാജരായി അയാൾക്ക് ശിക്ഷയിൽ നിന്ന് ഇളവ് വാങ്ങിക്കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ എൻ്റെയൊക്കെ മനസ്സിൽ അയാൾ പ്രാക്കിന് യോഗ്യനാണ്. ഞാൻ അന്ന് ഓരോരുത്തരും മനസ്സിൽ ഇയാൾക്ക് വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ടാവും. അവസാനം എന്ത് നേടി അറിയില്ല. മോള് പോകുന്ന സമയത്ത് ദൈവത്തിൻ്റെ അടുത്ത് അത് വിശ്വസിക്കുന്നവർക്ക് കേട്ടോ ചോദ്യങ്ങൾ വരുമെന്നുള്ളത് അല്ലേ. ഇനി അടുത്ത ക്ലിപ്പ് മേജർ രവി ചോദിച്ചിട്ടുള്ള ചെറിയൊരു ക്വസ്റ്റ്യന് റിപ്ലൈ ആണ് കേട്ടോ. അതായത് നിങ്ങളുടെ ഭാര്യയും സഹോദരിയും റേപ്പ് ചെയ്തിട്ടുള്ള വ്യക്തി വക്കാലത്തിന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെയുള്ള കേസുകൾ അഡ്വക്കേറ്റ് BA ആളൂർ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ്. കറക്റ്റ്. അവരുടെ പ്രൊഫഷണൽ എത്തിക്സിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പക്ഷേ അതിനോട് യോജിച്ചു പോകും, പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ളത്. അല്ലെങ്കിൽ ഈ വക്കീൽ പണി നിർത്തിക്കൊണ്ട് നമ്മൾ സുഖമായി ജീവിക്കും. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന ആദ്യത്തെ വ്യക്തിയെ സംരക്ഷിക്കുക എന്നുള്ള ഏറ്റവും വലിയ ചുമതലയാണ് വക്കീൽ എന്ന നിലയ്ക്ക് എൻ്റെ നിക്ഷിപ്തമാകുന്നത്. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം ഇത് പലരും പല ആവർത്തി എന്നോട് ചോദിച്ചതാണ്. സ്വന്തം മാതാവിനോ സ്വന്തം സഹോദരിക്കോ സ്വന്തം മകളില്ലാത്തത് ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? ഈ ചോദിക്കുന്നവരോട് ഒരേ ചോദ്യം ഇരിക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ അവർ ആദ്യം എത്തുന്നത് ഇരയാണെൻ്റെ അടുത്ത്, പ്രതിയായിരിക്കില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇരകൾക്ക് എന്തുകൊണ്ട് അഡ്വക്കേറ്റ് ആളൂരിൻ്റെ അടുത്തേക്ക് എത്താൻ മതി സന്തോഷം. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ഇനി ആളൂർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആളൂർ അഡ്വക്കേറ്റ് ഇപ്പോൾ പോപ്പുലറാണ്. ഓക്കെ, പ്രമാദമായ കേസുകളിൽ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകനെത്തിയ ആളൂർ അന്തരിച്ചു. കുറച്ച് 18 കമൻസ് ഇതിലുള്ളൂ. ഒരാൾ മരിച്ചെന്ന് കേട്ടപ്പോൾ ആദ്യമായി സന്തോഷം തോന്നിയത് ഇപ്പോഴാണ്. ഒരു മനുഷ്യൻ്റെ മരണത്തിൽ സന്തോഷം തോന്നുന്നത് ആദ്യമാണ്. സൗമ്യയ്ക്കും ഡോക്ടർ വന്ദനാദാസിനും ശാന്തി ലഭിക്കട്ടെ. അങ്ങനെയുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. ഇത്രയും സന്തോഷം തോന്നിയ ഒരു ചാവ് ഇവൻ്റെതാണ്. ചാണകാഞ്ജലികൾ. ഒരാൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ സങ്കടം മനസ്സിൽ വരാത്തത് ആദ്യമായിട്ടാണ്. ഒരാൾ മാത്രം പറയുന്നത്. ഇതിൽ പലരും പറയുന്നു അയാൾ മരണപ്പെട്ടപ്പോൾ സന്തോഷം തോന്നിയത് അയാൾക്കൊരു ക്രിമിനൽ പ്രവൃത്തിയിലും ഏർപ്പെട്ട ആളല്ല, ഒരു അഭിഭാഷകനാണ്. അഭിഭാഷകൻ്റെ ജോലി മാത്രമാണ് അയാൾ ചെയ്തത്. ഇന്ത്യൻ നിയമങ്ങൾ പ്രതികൾക്ക് ചില അവകാശങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ ഭാഗം തെളിയിക്കാൻ അവർക്ക് അവസരമുണ്ട്. അതിനാണ് അവർ വക്കീലിനെ വെക്കുന്നത്. ഒരു ബലാത്സംഗ കേസിലെ പ്രതിക്ക് വേണ്ടി ഹാജരായ വക്കീൽ ക്രിമിനൽ അല്ല, അയാളുടെ ജോലിയാണ് ചെയ്യുന്നത്. ഭാഡ് ജായ എന്നൊരു ഹിന്ദിയിൽ. ഓയ് ശ്യാംജിത്ത്, ഓയ് പണിയോക്കടാ, തേങ്ങയൊന്നുമില്ല. അത് ഞാൻ മരണത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറയാൻ വയ്യ. സന്തോഷിക്കുന്നൊന്നുമില്ല. അയ്യോ ആളൊരു മരിച്ചെന്ന് പറഞ്ഞിട്ട് സന്തോഷിക്കുന്നു. പക്ഷേ ഓരോരുത്തരും, ഞാൻ പറഞ്ഞത് തന്നെ, ഓരോരുത്തരും പ്രാഗിയിട്ടുള്ള ആളാണ്. നന്നായി. ഈ വർഷത്തെ സന്തോഷ വാർത്ത ആദ്യമായിട്ടാണ് ഒരാൾ മരിച്ചെന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നുന്നത്. ദൈവം നേരത്തെ തന്നെ വിധിച്ചു. നാം കാരണം ഒരാൾക്ക് നീതി കിട്ടാതെ പോയാൽ അവരുടെ ശാപം മണ്ണിനടിയിൽ പിന്തുടരും. ആദ്യമായിട്ട് ഒരാൾ മരിച്ചപ്പോൾ സന്തോഷം തോന്നുന്നത് ഹാർട്ട് ഫെൽഡ് കണ്ടോൾസസ്. ആദ്യമായിട്ടാണ് മരിച്ചത്. ഇത് തന്നെ വളരെ നന്നായി. ഇന്ത്യയിലെ മുഴുവൻ ക്രിമിനലുകൾക്കും ആശ്വാസം ആവേശം നൽകുന്ന ഒരുത്തൻ മൺമറഞ്ഞതിൽ സന്തോഷിക്കുന്നു. മരണശേഷവും സമൂഹം നമ്മുടെ ജീവിതത്തെ വിലയിരുത്തും. മരണം ആരെയും മഹാനാക്കുന്നില്ല. പഠിപ്പും പണവും പതിയുമല്ല ജീവിത വിജയത്തിൻ്റെ അളവുകോൽ. ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുതെന്നും ചൂണ്ടിക്കാണിക്കുന്ന ആളൂരിൻ്റെ ജീവിതം നമ്മുടെ ജീവിത നേട്ടത്തിൻ്റെ പടവുകൾക്ക് മറ്റുള്ളവരുടെ കണ്ണീരിൻ്റെ നനവുകൾ ഉണ്ടാവരുത്. അതിന് ഈ കമൻറ്റുകൾ തന്നെ സാക്ഷി. സീരിയസ്ലി വെരി ഗുഡ് കമൻറ്റ് കേട്ടോ, വളരെ നല്ല കമൻറ്റ്. ഒരു ക്രിമിനലിനെ എല്ലാ പഴുതുകൾ അടച്ചും കുറ്റവിമുക്തനാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമപുസ്തകമാണ് മാറ്റി എഴുതുന്നത്. വേറെ പോയി മാറ്റി എഴുതിക്കോളി പോയി. എന്തായാലും നമുക്ക് അത്രയും വലിയ ചിന്തയൊന്നുമില്ല. ഇത് കംപ്ലീറ്റ് ഗോവിന്ദസ്വാമി കൂടത്തായി ജോളി കേസ് ഇന്ന് ഇതാ ആളൂർ പോകുമ്പോൾ നിരവധി ഇരകളുടെ കണ്ണീരും സ്വപ്നങ്ങളും ചവിട്ടി മെതിച്ച് നേടിയ പ്രശസ്തിയും സമ്പത്തുമെല്ലാം മാറാപ്പിൽ കെട്ടി 2 കൈകളിലും തൂക്കി BA ആളൂർ കൂടെ കൊണ്ടുപോയി. കണ്ടോ, ഒരുപാട്. എനിക്ക് തോന്നുന്നില്ല ഒരാൾ പോലും
ഐ കുഡൻ ഫൈൻഡ്, ജസ്റ്റ് വളരെ ഫ്യൂ ആയിട്ട് ഒരു കമൻ്റാണ് ഇപ്പോൾ ഞാൻ അതിൽ കണ്ടിട്ടുള്ളത്. ഞാൻ കമൻറ്റ് വെച്ചിട്ട് വിലയിരുത്തില്ല, കമൻറ്റ് വെച്ചിട്ട് നമ്മൾ എപ്പോഴാണ് പറയുക വെച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഒരു സംഗതി വിലയിരുത്തുകയാണ്. പിന്നെ ഞാൻ വീണ്ടും ഒരു കാര്യം തന്നെ പറയുന്നു, പേഴ്സണലി ഞാൻ ഒരാളുടെ മരണത്തിലും ഒരാളുടെ തകർച്ചയിലും നമ്മൾ അങ്ങനെ സന്തോഷിക്കാറില്ല. പക്ഷേ മനുഷ്യ സഹജമായിട്ടുള്ള ഫീലിങ്സ് എല്ലാവർക്കും വരുമല്ലോ, എല്ലാവർക്കും ഉണ്ടായിരിക്കുമല്ലോ, അതേപോലെ തന്നെ ഉള്ളൂ. പക്ഷെ നമ്മളങ്ങനെ പ്രകടമാക്കിയിട്ട് ഇപ്പോൾ ആളൊരു മരിച്ചത് നന്നായി എന്ന് പ്രകടമാക്കി പറയുന്നില്ലെങ്കിലും സത്യമാണ്, ഒരു കാര്യം ശരിയാണ്, ഇനി കൊലക്കുറ്റം അതായത് ഇത്രയും ഹീനിയസ് ക്രൈം ചെയ്യുന്ന വ്യക്തികളെ സംരക്ഷിക്കാൻ എവിടുന്ന് വന്നാലും കോട്ടിട്ട് ആളൊരു വക്കീൽ പറഞ്ഞെത്തും എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇനിയില്ല, ഇനി അങ്ങനെ ഒരു സംഗതി ഇല്ല എന്നുള്ള ഒരു ആശ്വാസം. കാരണം വെച്ചാൽ ഇവിടെ പ്രതികൾക്ക് നീതി വേണമെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കുന്നില്ല. പ്രതികൾക്ക് നീതി വേണ്ട, പ്രതികൾക്ക് എന്തൊരു നീതി, ഒരു പ്രതിയാണ് അല്ലേ ആണ്. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ബിലീവ്. നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. പിന്നെ ഒരു സംഭവം അത്രയേ ഉള്ളൂ, ആളൂർ ജസ്റ്റ് എ നെയിമാണ്, ആളൂർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേര് മാത്രമാണ് അല്ലേ. ഇതുപോലെ ഒരുപാട് ആളൂരുമാർ നമ്മളറിയാത്തവരായിട്ടുണ്ടായിരിക്കാം അല്ലേ. ഈ പിന്നെ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പിന്നാലെ പോവുകയാണ്, അല്ലാണ്ട് ഇതിൽ പ്രൊഫഷണൽസ് എത്തിക്സും മണ്ണാങ്കട്ടയൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്. നമുക്ക് ഈ ഒരു അഡ്വക്കേറ്റ്സിൻ്റെയോ ലോൻ്റെയോ പരിപാടികളൊക്കെ ഇതൊക്കെ കാണുന്നത് ചിലപ്പോൾ ഒരുപാട് അഡ്വക്കേറ്റ്സ് ഉണ്ടായിരിക്കും, ബെറ്റർ നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. സാധാരണക്കാരൻ എന്നുള്ളൊരു കണ്ടീഷനിൽ പ്രത്യേകിച്ച് സൗമ്യയുടെ വധക്കേസ്, അതുപോലെ പല നമ്മുടെ അമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരങ്ങൾക്കും ഒരുപാട് പ്രശ്നങ്ങൾ, അവർ നല്ല രീതിയിൽ ജീവിതം സ്വപ്നം കണ്ട് പോകുന്ന സമയത്ത് അവർക്ക് വന്നു ചേരുന്ന ആപത്തുകളിൽ അവർ അത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് അവർ ആരാണോ ഇതിനു വേണ്ടി ചെയ്യിപ്പിച്ചത്, ആരാണോ അവരത് ഈ കോലത്തിലാക്കിയിട്ടുള്ളത്, അവർക്ക് വേണ്ടി ഹാജരാകുന്ന അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ ഏറ്റെടുക്കുന്ന, അതെന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷണം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഹീ ഈസ് നോട്ട് ഫിറ്റ് ടു ബി ലിവിങ് ഇൻ ദിസ് വേൾഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാനോ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ നടക്കാനുള്ള ഒരു അവകാശമില്ല. കാരണം എന്താ വെച്ചാൽ അവകാശം ഉള്ള വ്യക്തികൾ അവരുടെ അവകാശം നശിപ്പിച്ചിട്ട് അവരെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ ഭൂമിയിൽ പിന്നെ ഒരു നീതി വാങ്ങിക്കൊടുക്കാനും ഒരുത്തനും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് എന്തോ ഒരു സാധാരണക്കാരൻ്റെ മനസ്സ് വെച്ച് ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.